അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടതും ഇതേ പെണ്ണുങ്ങളെയാണെന്ന് പറയുമ്പോഴാണ് വിഷമം വരുന്നത്. 4 കാര്യം ചെയ്യുവീ നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ സ്വല്ലത്ത് ഖംസഹാ, പെണ്ണേ നീ നിന്റെ 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്ക്. 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്ക്. അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പൗഡർ പോകുമോ ഫൗണ്ടേഷൻ പോകുമോ എന്ന് പറഞ്ഞ് ളുഹർ നിസ്കരിക്കാത്ത കാലമാണ്. ഇത് തമാശയല്ല. സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ഉച്ചയ്ക്ക് ളുഹർ നിസ്കരിക്കാതിരിക്കാനുള്ള കാരണം വുളൂ ചെയ്താൽ മുഖത്തിന്റെ ഫൗണ്ടേഷനും മേക്കപ്പും നഷ്ടപ്പെടുമോ എന്ന് ഭയന്നിട്ട് വുളൂ ചെയ്യാതെ നിസ്കരിക്കാതെ വരുന്ന പെണ്ണുങ്ങൾ. ആ പെണ്ണുങ്ങളോടാണ് പറയുന്നത്, പെണ്ണെ നീ നിന്റെ 5 വക്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുക. ഇദാ സ്വല്ലത്ത് ഖംസഹാ, 5 വക്ത് നിസ്കാരം കൃത്യമായി നീ നിർവഹിച്ചാൽ, വസ്വാമത്ത് ശഹ്റഹാ, പരിശുദ്ധമായ റമളാൻ മാസം നോമ്പ് പിടിച്ചാൽ. ഇവിടെയും എക്സ്ക്യൂസ് കൊടുത്തിട്ടുണ്ട്. നിസ്കാരത്തിലും എക്സ്ക്യൂസ് ഉണ്ട്, നോമ്പിലും ഇളവുണ്ട് പെണ്ണുങ്ങൾക്ക്. ഈ ഇളവുകളൊക്കെ സ്വീകരിച്ച് 5 വക്ത് നിസ്കരിച്ചു, പരിശുദ്ധ റമളാനിൽ നോമ്പ് പിടിച്ചു. പിന്നെയോ സ്വന്തം ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണായി നീ ജീവിച്ചാൽ, ഭർത്താവ് പറയുന്നത് പോലെ ജീവിക്കാൻ നീ തയ്യാറായാൽ, do or die, don't ask why എന്നാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ തിരിച്ച് സംസാരിക്കാതെ അത് ഒബേ ചെയ്യുക, അത് അനുസരിക്കുക, അത് പെണ്ണിന്റെ ബാധ്യതയാണ്. അതങ്ങനെയാണ്. അത് ചോദ്യം ചെയ്യലല്ല, അത് പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് കൂച്ചു വിലങ്ങിടലല്ല. പിതോ രക്ഷിതി കൗമാരെ, ഭർത്രോ രക്ഷിതി യൗവനെ, പുത്രോ രക്ഷിതി വാർദ്ധക്യേ, സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. കുട്ടിക്കാലത്ത് പെണ്ണിനെ സംരക്ഷിക്കുന്നത് മാതാപിതാക്കളാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. 1, 2, 3 പെൺകുട്ടികളെ ഒരാൾ വളർത്തുകയും പ്രായപൂർത്തിയായാൽ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്താൽ ആ ഉപ്പയ്ക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന് റസൂലുള്ളാഹി. അപ്പൊ ഒരു പെൺകുട്ടി കുട്ടിയായിരിക്കെ അവളെ വളർത്തുന്നത് അവളുടെ ഉപ്പയാണ്. ഇനി ഭർത്താവ് കല്യാണം കഴിഞ്ഞാലോ ഭർത്താവിന്റെ കൈകളിലാണ് ഉത്തരവാദിത്വം. ഭർത്താവിനോട് പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ പെണ്ണിനോട്, നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്ന ആളുകളാണ്. നമ്മളിൽ ഏറ്റവും നല്ല ആളാരാ? ഭാര്യയോട് നന്നായി പെരുമാറുന്ന ആളാണ്. അല്ലാതെ സംഘടനാ നിലയിലൊക്കെ വളരെ ഉന്നതമായ സ്ഥാനമുണ്ടാകും, നല്ല സോഷ്യൽ വർക്കർ ആയിരിക്കും. അതൊന്നും നീ ഒരു നല്ലവനാണ് എന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അല്ല. നിന്റെ ഭാര്യ പറയണം, എന്റെ ഭർത്താവ് ബെസ്റ്റ് വൺ എന്ന് നിന്റെ ഭാര്യ പറഞ്ഞാലേ നീ നല്ലവൻ എന്ന് പറയാൻ പറ്റൂ. ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകളാണ്. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ യൗവനത്തിലെത്തുന്ന പെണ്ണിനെ സംരക്ഷിക്കുന്നത് ഭർത്താവാണ്. ഭർത്താവ് പറഞ്ഞതനുസരിക്കേണ്ടത് ഭാര്യയുടെ കടമയാണ്. ഭർത്താവ് പറഞ്ഞതനുസരിക്കുന്ന പെണ്ണ് ഖാമ എന്ന് ഭർത്താവിനോട് ചോദ്യം ചെയ്യാതെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഉടനെ അതനുസരിക്കുന്ന പെണ്ണ്. പിന്നെ അല്പം കഴിഞ്ഞു നിന്റെ തലയണ മന്ത്രമോ അല്ലെങ്കിൽ നീ പഠിച്ച 18 പണിയുമായി നിനക്ക് ഭർത്താവിനോട് എക്സ്ക്യൂസ് പറയാൻ കുഴപ്പമില്ല. പക്ഷേ ഭർത്താവ് നിന്നോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നീ ഓൺ ദി സ്പോട്ട് തർക്കിച്ച് കയറല്ല, എനിക്ക് പറ്റൂല എന്ന് പറയല്ല. നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ, എന്നോട് പറയല്ല എന്ന് പറയരുത്. അങ്ങനെ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ആയി മാറിയോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. സമ്പത്തും പഠനവും അതേപോലെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഭർത്താവിനെ ചോദ്യം ചെയ്യാനുള്ള മാനദണ്ഡമായി ഇന്ന് മാറിയിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. പെണ്ണെ, നിന്റെ നാശം നീ ഭർത്താവിനെ ധിക്കരിക്കലോട് കൂടെ തുടങ്ങുകയാണ്. ഭർത്താവിനെ അനുസരിച്ചാൽ പ്രായപൂർത്തിയെത്തിയത് മുതൽ നിന്റെ ഗുഹ്യാവയവങ്ങളെ ഹറാമിൽ പെടാതെ നീ സൂക്ഷിച്ചാൽ,
പ്രായപൂർത്തിയെത്തി, നിന്റെ സെക്ഷുവൽ ഹോർമോണുകൾ വളരാൻ തുടങ്ങി. അപ്പോഴേക്കും കണ്ടവൻ നമ്പറുകൾ തരുമ്പോൾ അത് വാങ്ങി സംസാരിക്കാൻ നീ തയ്യാറാവാതെ, കണ്ടവനെ പ്രേമിച്ച് നടക്കാനോ പ്രണയിച്ച് നടക്കാനോ തയ്യാറാവാതെ, സ്കൂളിൽ പോയി അവിടെയും തോന്നിവാസങ്ങൾ കാട്ടി നടക്കാൻ തയ്യാറാവാതെ, ഞാൻ എൻ്റെ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ, സ്കൂളിന്റെ കഥകളൊക്കെ പറയണോ ഞാൻ? സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങൾ പരിതാപകരമാണ്, വളരെ പേടിക്കേണ്ട വിഷയമാണ്. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റിനും അതേപോലെ MPhilഉം അങ്ങനെ പല രീതിയിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന ആളുകളാണ്. ഇന്റേണൽ മാർക്കിന് വേണ്ടി അധ്യാപകർക്ക് ശരീരം കാഴ്ചവെക്കേണ്ട അവസ്ഥയാണ് പല കോളേജുകളിൽ നടക്കുന്നത്. ഡെന്റിസ്റ്റ് ആവണം, ദന്തവിദഗ്ധയാവണം, അതേപോലെ ജൈനക്കോളജിസ്റ്റ് ആവണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കളെ ലക്ഷങ്ങൾ വാരി വിതറി പല യൂണിവേഴ്സിറ്റികളിലും പല കോളേജുകളിലും പറഞ്ഞയച്ചു. അവിടെ നടക്കുന്നത് ആഭാസങ്ങളാണ്. എല്ലാവരും എങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല. അധ്യാപകന്റെ ഇന്റേണൽ മാർക്ക് ലഭിക്കാൻ വേണ്ടി അധ്യാപകന്റെ വീട്ടിലും റൂമിലും കയറിയിറങ്ങി ശരീരം പോലും കാഴ്ചവെക്കേണ്ട ദയനീയ അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞതൊരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ഇതൊക്കെ അനുഭവങ്ങളാണ്. അതേപോലെ സ്കൂളിൽ പഠിക്കുന്ന 100% പെൺകുട്ടികൾക്കും പ്രണയമുണ്ട്. അതിൽ 30% പെൺകുട്ടികളും പ്രണയിക്കുന്നത് അമുസ്ലിമീങ്ങളെയാണ് എന്ന് ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടി ഡയറി എഴുതി വെക്കുന്നുണ്ട്. മനസ്സിലാക്കണം, നമ്മൾ ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾ 100% പേർക്കും പ്രണയമാണ്. അതിൽ 30% ആളുകളും പ്രണയിക്കുന്നത് അന്യമതസ്ഥരെയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ കരുതി നടക്കുക, എന്റെ മകൾ ഇതൊന്നും ചെയ്യൂല. ഇത് വെറും ഒരു കോഴിക്കോടിന്റെ സംഭവമല്ല. ഒരു കോഴിക്കോട് നിന്നൊരു ഒളിച്ചോട്ടം കല്യാണത്തിന്റെ അതേ ദിവസം ഒളിച്ചോടുമ്പോ ഇത് അവിടെയല്ലേ, ഇതെനിക്ക് പ്രശ്നമല്ലല്ലോ എന്ന് കരുതി നാം നിൽക്കുകയാണ്. എന്റെ മക്കളെ കുറിച്ച് അമിതമായ ആത്മവിശ്വാസം. അവരുടെ ബാഗ് ചെക്ക് ചെയ്യാറില്ല, അവരുടെ നീക്കുപോക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവരുടെ റൂമിൽ നമ്മൾ തനിച്ച് കിടത്തി ഉറക്കുകയാണ്. അവരുടെ ഫോൺ ഉണ്ടോ, അവർ സംസാരിക്കുന്നുണ്ടോ, സ്കൂളിൽ പോയി എന്താണ് ചെയ്യുന്നത് എന്നൊന്നും നമ്മൾക്ക് വിഷയമേ അല്ല. അങ്ങനെ നമ്മൾ മക്കളെ എങ്ങനെ അഴിച്ചു വിടുന്നു. കല്യാണത്തിന്റെ തലേന്ന് പോകുന്നു, കല്യാണം കഴിഞ്ഞു പോകുന്നു, കല്യാണത്തിന്റെ മുമ്പ് പോകുന്നു. ഇതൊന്നും 1, 2, 3 സംഭവങ്ങളല്ലല്ലോ, അല്ലേ? അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാളത്തിൽ നിന്ന് 2 പ്രാവശ്യം പാമ്പ് കടിക്കൂല എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മാളത്തിൽ നിന്ന് ഒരാൾക്ക് 2 പ്രാവശ്യം പാമ്പ് കടിച്ചാൽ അവൻ മുഅ്മിനല്ല എന്നാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഒളിച്ചോട്ടങ്ങളും അന്യമതസ്ഥന്റെ കൂടെ ഇറങ്ങിപ്പോകലൊക്കെ നടക്കുമ്പോ നമ്മൾ വിചാരിക്കും ഇത് ലാസ്റ്റ് വൺ, ഇത് കണ്ട ആളുകൾ പഠിച്ചല്ലോ, ഇനിയൊരു പ്രാവശ്യം ഇത് ആവർത്തിക്കില്ലല്ലോ. പയ്യന്നൂരിലൊരു മുബശ്ശിറയോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നുള്ളൊരു സഹലയോ ഇതൊക്കെ വെറും വിരളമാണ്, ഇതിനി സംഭവിക്കില്ല എന്ന് നമ്മൾ കരുതുമ്പോഴേക്കും പിറ്റേ ദിവസം വേറൊരു വാർത്ത വരികയാണ്. അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാനായിട്ടില്ലേ? ഇനി എന്നാ നമ്മൾ ഇതൊക്കെ പഠിക്കുക? എന്നാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുക? ഇതൊക്കെ സംഭവിക്കുന്നത് ഓരോ ഉമ്മയുടെ മക്കളാണ്. ദീനീബോധമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് ആളുകൾ ഇറങ്ങിപ്പോകുന്നത്. ഇത് പഠിച്ചില്ലെങ്കിൽ ഇനി എന്നാ നമ്മൾ പഠിക്കുക? ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹ്രിൻ വാഹിദിൻ മർറതൈൻ ശഫീഉനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടും വീണ്ടും വീണ്ടും ഇത് നമ്മുടെ സമൂഹത്തിൽ ഇത് സംഭവിക്കുന്നുവെങ്കിൽ നമ്മൾ മുഅ്മിനേയല്ല എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹ്. വാലിന് വരുന്ന ആളുകൾക്ക് എങ്ങനെ നടന്മാരെ കാണുമ്പോൾ അവരെ കെട്ടിപ്പിടിക്കാൻ തോന്നുക, അവരെ കാണുമ്പോൾ അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ തോന്നുക, അവരുടെ കൂടെ സെൽഫി എടുക്കാൻ തോന്നുക? എങ്ങനെയാണ് ഒരു വാലിന് പഠിക്കുന്ന വാലിന് വരുന്ന ഒരു പെണ്ണുങ്ങൾക്ക് അത് സാധിക്കുക? കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണല്ലോ ഏറ്റവും നല്ല സമൂഹമെന്ന് പരിശുദ്ധ ഖുർആൻ. ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട ഏറ്റവും ഉത്കൃഷ്ടമായ സമൂഹമാണ് നിങ്ങളെന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ നമ്മൾ സമൂഹത്തിന് അപമാനമുണ്ടാക്കല്ല, സമൂഹത്തിന്റെ പേര് നമ്മൾ ദോഷം വരുത്തല്ല.
നമ്മളായിട്ട് നമ്മുടെ ദീനിനൊരു നന്മ പോലും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിനൊരു കോട്ടമുണ്ടാക്കാൻ ശ്രമിക്കല്ല. നമ്മൾ കാരണം ഒരു കോട്ടം പോലും നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ ദീനിനോ ഉണ്ടാവാൻ പാടില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കണ്ടേ നമ്മളൊക്കെ. ഹൈദരി ഫഖർ ഹേ, ഹൈദരി ഫഖർ ഹേ, ന ദൗലത്തെ ഉസ്മാനി ഹേ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്ന ആ ഒരു പട്ടിണി നിങ്ങൾക്കുണ്ടായോ? ഹൈദരി ഫഖർ ഹേ, ന ദൗലത്തെ ഉസ്മാനി ഹേ. മഹാനായ ഉസ്മാൻ തങ്ങൾക്കുണ്ടായിരുന്ന സമ്പന്നതയും നിങ്ങൾക്കുണ്ടോ? എന്നിട്ട് കവി നമ്മോട് ചോദിക്കുന്നുണ്ട്, തും മുസൽമാൻ ഹോ, നീ ഒരു മുസ്ലിമാണോ? നിന്നെ കുറിച്ച് എങ്ങനെയാണ് മുസ്ലിം എന്ന് പറയാൻ പറ്റുക? നിന്നെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ഒരു മുസൽമാനാണെന്ന് പറയാൻ പറ്റുമോ? കവി ചോദിക്കുകയാണ്, യാ അന്താസ മുസൽമാനി ഹേ, എന്ത് ബന്ധം കൊണ്ടാണ് നിന്നെ മുസൽമാൻ എന്ന് എനിക്ക് പറയാൻ പറ്റുക? മുസ്ലിം എന്ന് പറയുമ്പോൾ അഭിമാനം നടിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഐ ആം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാൻ, ഞാനൊരു മുസൽമാനാണെന്ന് അഭിമാനത്തോടെ പ്രൗഢിയോടെ പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് മുസ്ലിം എന്ന് പറയുമ്പോൾ പേടി തോന്നുകയാണ്. എന്തേ കാരണം? കവി തന്നെ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഔർ തും ഖാർ ഹുയേ താരിഖേ ഖുർആൻ ഹോക്കർ, നീ പരാജയപ്പെടാനും നീ തോറ്റുപോവാനും നിന്റെ സംസ്കാരങ്ങൾ നഷ്ടപ്പെടാനും നിന്റെ സ്വാഭിമാനം നഷ്ടപ്പെടാനും കാരണം ഒന്നേ ഒന്ന് മാത്രം. ഔർ തും ഖാർ ഹുയേ താരിഖേ ഖുർആൻ ഹോക്കർ, പരിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങളെ നീ വലിച്ചെറിഞ്ഞപ്പോ, പരിശുദ്ധമായ ദീനിന്റെ സംസ്കാരങ്ങളെ നീ വളച്ചൊടിക്കാൻ ശ്രമിച്ചപ്പോ, വാലിന്റെ സദസ്സുകളെ നീ പുച്ഛിക്കാൻ തുടങ്ങിയപ്പോൾ നിന്റെ സംസ്കാരം നഷ്ടപ്പെട്ടു, നിന്റെ അഭിമാനം നഷ്ടപ്പെട്ടു. പിന്നെ നിന്റെ മുസൽമാൻ എന്ന പേര് മാത്രമാണ് അവിടെ ബാക്കിയായത്. അതുകൊണ്ട് പൊന്നുമ്മമാരെ, ഞാൻ പറയുന്നത്, നമ്മളായിട്ട് നമ്മുടെ മതത്തിനൊരു കോട്ടം വരുത്തല്ല, നമ്മളായിട്ട് പേരുദോഷം വരുത്തല്ല. ആരാണ് ഈ ഇസ്ലാമിനെ പടുത്തുയർത്തിയത്? പരിശുദ്ധമായ റമദാൻ മാസം ഒട്ടിയ വയറുമായി പൊട്ടിയ വാളുമായി ഭക്ഷണം കഴിക്കാതെ 313 പേർ, ആയിരക്കണക്കിന് മുശ്രിക്കീങ്ങളായ ആളുകളോട് പടപൊരുതി, വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ, ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യാ, പരിശുദ്ധമായ മതം ലോകത്ത് പാറിക്കളിക്കണം, ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഇസ്ലാം പടർന്ന് പന്തലിക്കണമെന്ന താല്പര്യത്തോടെ കഠിനാധ്വാനം ചെയ്ത് നാടില്ലാതെ വീടില്ലാതെ കുടുംബങ്ങളില്ലാതെ മക്കളില്ലാതെ സമ്പത്തില്ലാതെ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുവാനും ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാനും വേണ്ടി ജീവിതം തന്നെ ത്യജിച്ചു വെച്ച മഹാന്മാരായ സ്വഹാബാക്കൾ, ആ സ്വഹാബാക്കളുടെ പാത നമ്മളായിട്ട് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇതിനൊരു നേട്ടം നിന്നെക്കൊണ്ടോ എന്നെക്കൊണ്ടോ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് സഹോദരി നമ്മളായിട്ട് നഷ്ടപ്പെടുത്തുന്നത്? ഇതിന്റെ മഹത്വം നമ്മളായിട്ട് കളയല്ലേ എന്ന് ഞാൻ സ്നേഹത്തോടെ പറയാൻ. കവി ചോദിക്കുന്നുണ്ട്, കൈഫ നളുന്നു ബില്ലബ്നാഇ ഖൈറാ ഇദാ നശഉ ബിഹിൽനിൽ ജാഹിലാത്തി. വളരെ നല്ലൊരു ചോദ്യമാണ്. എങ്ങനെയാണ് നമ്മുടെ മക്കളൊക്കെ നന്നാവുക? എങ്ങനെയാണ് നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാവുന്നത് എന്ന് കവി ചോദിക്കുകയാണ്. അതിന് ഉത്തരവാദി ഉമ്മയാണ്. കവി പറയുന്നു, ഫകൈഫ നളുന്നു ബില്ലബ്നാഇ ഖൈറാ, നമ്മുടെ മക്കൾ നന്നാവുന്നു എന്ന് നന്നാവണമെന്ന് എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുക? ഇദാ നശഉ ബിഹിൽനിൽ ജാഹിലാത്തി, ജയസൂര്യ വരുമ്പോ നീർച്ചാലിലേക്ക് ഓടിപ്പോകുന്ന ഉമ്മമാർ, നിങ്ങളുടെ മടിത്തട്ടിൽ വളരുന്ന മക്കൾ എങ്ങനെയാണ് നന്നാവുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? തോന്നിവാസങ്ങൾ ചെയ്യുന്നത്, തോന്നിവാസങ്ങൾ ചെയ്താലും മടുക്കാതെ, റമദാൻ എന്നില്ല, പെരുന്നാളെന്നില്ല, സംശുദ്ധമായ പരിശുദ്ധമായ ദിവസങ്ങളെന്നില്ല, എല്ലാം കാറ്റിൽ പറത്തി തോന്നിയതുപോലെ ജീവിക്കുന്ന ഉമ്മമാരുടെ മടിത്തട്ടിൽ ഈ മക്കൾ വളർന്നാൽ ഈ മക്കളിൽ എങ്ങനെയാണ് നന്മകൾ നമ്മൾ ആഗ്രഹിക്കുന്നത്? മക്കൾക്ക് മുലപ്പാല് നൽകുമ്പോൾ വരെ, മുലപ്പാൽ നൽകുന്നതൊരു ഇബാദത്താണ്, അതും ഒരു ആരാധനയാണ്. ആ സമയത്ത് വരെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും കളിച്ചുകൊണ്ടിരിക്കുന്ന
ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പെൺമക്കളുടെ മടിയിൽ നിന്ന് വളർന്നു വരുന്ന മക്കൾ എങ്ങനെയാണ് നന്നാവുന്നത് എന്ന് കവി ചോദിക്കുകയാണ്. അല്ലേ, TV കണ്ടുകൊണ്ട് മുലപ്പാല് നൽകുക, ഉളു ഇല്ലാതെ മുലപ്പാല് നൽകുക, ഗെയിം കളിച്ചുകൊണ്ട് മുലപ്പാല് നൽകുക, സോഷ്യൽ മീഡിയകളിലോ അല്ലെങ്കിൽ കാമുകന്മാരോട് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ടിരിക്കുക മുലപ്പാല് നൽകുന്ന ഉമ്മമാർ എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുന്നത്? കവി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ ഈ മക്കൾ നന്നാവുമെന്ന്? ഈ മക്കൾ നന്നാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദീനിനെ കുറിച്ച് ബോധമില്ലാത്ത, ദീനിനെ കുറിച്ച് തിരിപാടില്ലാത്ത, ദീനിനെ കുറിച്ച് അറിവില്ലാത്ത, ദീനെന്തെന്നറിയാത്ത ഈ ഉമ്മമാർ മുലപ്പാല് നൽകിയ ഈ മക്കൾ എങ്ങനെയാണ് നന്നാവുന്നത് എന്ന് കവി ചോദിക്കുകയാണ്. യാ അല്ലാഹ്, ഉമ്മാ, നമ്മുടെ മക്കളെങ്ങാനും നശിച്ചു പോയാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ്. ഉസ്താദുമാരെ പറയല്ല, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ കുറ്റമല്ല. എങ്ങനെയാണ് മദ്രസയിലൊക്കെ പഠിപ്പിക്കുക? പഠിക്കാത്തതിന്റെ പേരിൽ ഒന്ന് വടിയെടുത്താൽ പിന്നെ പ്രശ്നങ്ങളായി, പിന്നെ മദ്രസയിലേക്ക് മാർച്ചായി, പിന്നെ ആ ഉസ്താദിനെ പുറത്താക്കാതെ എന്റെ മകനെ ഞാൻ മദ്രസയിലേക്ക് പറഞ്ഞേക്കില്ല എന്ന് വാശി പിടിക്കുന്ന ഉമ്മമാർ, എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നന്നാകുമോ? പഠിക്കാത്തതിന്റെ പേരിൽ അടിക്കാൻ പാടില്ല, കളിച്ചതിന്റെ പേരിൽ അടിക്കാൻ പാടില്ല. തോന്നിവാസങ്ങൾ എത്ര 100 കൂട്ടം തോന്നിവാസങ്ങൾ ചെയ്താലും, കഞ്ചാവ് അടിച്ചാലും, കള്ള് കുടിച്ചാലും, പെണ്ണ് പിടിച്ചാലും, മകന്റെ കൂടെ നിന്ന് മകന്റെ തിന്മകളെ ന്യായീകരിക്കുന്ന ഉമ്മമാർ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈ മക്കൾ നന്നാവുമെന്ന് കരുതുന്നത്? അതുകൊണ്ട് പൊന്നു സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നൊരു ഹദീസുണ്ട്, മാ മിൻ അബ്ദിൻ യസ്തറഈഹില്ലാഹ്. അല്ലാഹു തആല ഒരാൾക്ക് ഒരു അധികാരം നൽകിയാൽ, അല്ലാഹു തആല ഒരു പെണ്ണിനോ ഒരു ആണിനോ ഒരു അധികാരം നൽകി, ആ അധികാരം ഭംഗിയായി പൂർത്തീകരിക്കാതെ മരിച്ചുപോയാൽ ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിലേക്ക് കടക്കുകയേ ഇല്ല. നമ്മുടെ മക്കൾ അമാനത്തുൻ ഫീ അഅനാഖികും, നമ്മുടെ ഷോൾഡറിൽ അല്ലാഹു കെട്ടിത്തന്ന, അല്ലാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതലാണ് നമ്മുടെ മക്കൾ. അത് പെൺമക്കളും പെട്ടു, ആൺമക്കളും പെട്ടോ. നമ്മുടെ മക്കളെല്ലാം നമ്മുടെ കയ്യിൽ അല്ലാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണത്. അതിനോട് ചില ബാധ്യതകളും ചില കടമകളും അല്ലാഹു ഉമ്മമാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഈ രീതിയിലാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്. 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി വലിക്കുന്നത് സീസറാണ്, 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയും അടിക്കുന്നത് കഞ്ചാവാണ്. ഇതൊന്നും കണ്ടാലും അറിഞ്ഞാലും ഉമ്മമാർക്ക് പ്രശ്നമില്ലല്ലോ, എന്റെ കുട്ടിയല്ലേ, കുഴപ്പമില്ല, ചെയ്തോട്ടെ. പൊന്നുമ്മ, നിങ്ങൾ മരിച്ചു പോകുമ്പോ മക്കളോടുള്ള ബാധ്യത ചെയ്ത് വീട്ടാതെ മരിച്ചു പോയാൽ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂല എന്ന് പറയുന്നത് ഞാനല്ലേ? ഇത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വാക്കുകളാണ്. മരിച്ചു പോയാൽ എന്താ ചെയ്യാ? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ റബ്ബനാ അരിനൽ ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് ലിനജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ വലിയകൂനാ മിനൽ അസ്ഫലീൻ. മുസ്ലിംകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിൽ നമ്മുടെ മക്കൾ കിടന്നുറങ്ങുമ്പോൾ 12 മണിയും 1 മണിയും 2 മണിയുമാകുന്നു. ഉമ്മ, നീ ചോദിച്ചോ എവിടെയായിരുന്നു ഇതുവരെ എന്ന്? ബസ് സ്റ്റാൻഡിലിരിക്കുന്ന കുട്ടിയോട് 9 മണിക്ക് വീട്ടിലെത്തിയില്ലെങ്കിൽ വീടിന്റെ കതകടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയാനുള്ള തന്റെ ഇടം നമ്മുടെ ഉമ്മമാർക്കുണ്ടോ? നമ്മുടെ നാടിന്റെ ചുറ്റുവട്ടത്തുള്ള ഈ അങ്ങാടികളിൽ ബസ് സ്റ്റാൻഡിൽ 12 മണി വരെ 1 മണി വരെ കിടന്നുറങ്ങാതെ നമ്മുടെ മക്കൾക്ക് എന്താണ് അവിടെ ചെയ്യാനുള്ളത്? എന്ത് ഡ്യൂട്ടിയാണ് അവർക്കുള്ളത്? എന്ത് ദൗത്യമാണ് അവർക്കുള്ളത്? എന്താണ് അവർ ചർച്ച ചെയ്യുന്നത്? എന്താണ് അവർക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം? എന്താണ്? ഇശാ നിസ്കാരം കഴിഞ്ഞാൽ കിടന്നുറങ്ങിക്കൂടെ? ഇശാ നിസ്കാരം കഴിഞ്ഞാൽ സംസാരിക്കല്ല, അത് ഭാര്യമാരോട് മാത്രമേ സംസാരിക്കാൻ ഓപ്ഷനുള്ളൂ.
അങ്ങനെയാണ് ദീന് പഠിപ്പിക്കുന്നത്. ഇശാ കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണം, പിന്നെ സംസാരിച്ചിരിക്കരുത്. ഭാര്യമാരോട് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ഭർത്താക്കന്മാർക്ക് സംസാരിക്കാം. അതേപോലെ നാട്ടിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും സംസാരിക്കാം. അല്ലാതെ വെറുതെ സ്വര പറയുന്നത് ഇസ്ലാം നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടില്ല. എന്നിട്ട് നമ്മുടെ മക്കൾ എങ്ങനെ കടന്നിങ്ങനെ സംസാരിക്കുന്നത്? മുസ്ലിമീങ്ങളൊക്കെ 9 മണിയാകുമ്പോ വീട്ടിൽ കയറി മീശ മുളക്കാതെ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ 2 മണിക്ക് റോഡിലും ടൗണിലും ഇങ്ങനെ അലഞ്ഞു തിരിയ. എന്താ ഇവർക്കൊന്നും ഉപ്പമാരില്ലേ? ഇവർക്കൊന്നും ഉമ്മമാരില്ലേ? നിങ്ങളുടെ വീട്ടിലേക്ക് വൈകി എത്തുന്ന മക്കളെ നിങ്ങളല്ലാതെ പിന്നെ ആരാ ചോദ്യം ചെയ്യേണ്ടത്? പള്ളിയുടെ ഉസ്താദിനത് പറ്റുമോ? നാട്ടിലുള്ള പ്രസിഡന്റിനത് പറ്റുമോ? ഇതുവർ ചോദ്യം ചെയ്താൽ നാളെ പിന്നെ പ്രശ്നമല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ബാധ്യതയാണിത്. ദിസ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഇത് ഭംഗിയായി ചെയ്തില്ലേ, നാളെ മരിച്ചു പോയാൽ സ്വർഗത്തിന്റെ കവാടം നിങ്ങൾക്ക് കടക്കാൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മക്കളെ ദീനി ബോധമുള്ളവരാക്കട്ടെ. റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി ലിനജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ വലിയകൂനാ മിനൽ അസ്ഫലീൻ. ഉമ്മമാരെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറയുന്ന മക്കളുണ്ട് നാളെ. അല്ലാഹു അവരിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. നമ്മുടെ മക്കളെയും അങ്ങനെയുള്ള മക്കളിൽ അല്ലാഹു പെടുത്താതിരിക്കട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഭാര്യമാരിലും ശത്രുക്കളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ഉമ്മമാരെ ഉപ്പമാരെ മാറാനുള്ള സമയമായിട്ടില്ലേ? അലം യഅ്നി ലില്ലദീന ആമനൂ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് മാറാനുള്ള സമയം നിങ്ങൾക്കായിട്ടില്ലേ? എന്നാണ് നിങ്ങൾ മാറുന്നത്? ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ കിട്ടാനില്ല. കല്യാണ വേളകളിൽ, നിക്കാഹിന്റെ സദസ്സുകളിൽ, പള്ളിയുടെ വരാന്തയിൽ നിന്ന് വരെ മിനി മിൽറ്റി എന്ന് പറയുന്ന ഗെയിം കളിച്ച് മറ്റുള്ളവനെ ഷൂട്ട് ചെയ്തുകൊണ്ട് പരിസരത്ത് നടക്കുന്ന സംഭവങ്ങൾ പോലും അറിയാതെ, ഫോൺ വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യാതെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ലാ തസൂലു ഖദമ ഇബ്ന ആദം. ആദമിന്റെ പുത്ര, നിന്റെ കൈകാലുകൾ അനക്കാൻ പറ്റൂല, നിന്റെ കാൽപാദങ്ങളെ ചലിപ്പിക്കാൻ പറ്റൂല. ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യാതെ. 5 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യുമെന്നാണ്. ആ ചോദ്യത്തിന് വ്യക്തമായ സ്പഷ്ടമായ മറുപടിയില്ലാതെ നാളെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചെറുപ്പക്കാരാ നമ്മൾ ആരും കരുതേണ്ട. രക്ഷപ്പെടാൻ പറ്റൂല. എന്താണ് ചോദ്യമെന്നറിയോ? അൻ ഉംരിഹി ഫീമ അഫ്നാ. നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? പറയാൻ പറ്റുമോ ഞാൻ ഗെയിം കളിച്ച് തീർത്തുവെന്ന്? ഗെയിം കളിക്കാൻ എന്താണ് ഈ ഗെയിമൊക്കെ പഠിപ്പിക്കുന്നത്? മറ്റുള്ളവനെ കിക്ക് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും പഠിപ്പിക്കുന്ന ഗെയിമുകൾ. ഇത് പക്വതയെത്തിയ ചെറുപ്പക്കാർ വരെ കളിക്കുന്നു എന്ന് പറയുമ്പോഴാണ് വിഷമം വരുന്നത്. ചെറിയ ചെറിയ കുട്ടികൾ പൊതുവെ ഗെയിം കളിക്കാറുണ്ട്. അതുവരെ ക്രിമിനൽ സ്വഭാവമുള്ള ഗെയിം കളിച്ചാൽ ഈ കുട്ടി ഭാവിയിൽ ക്രിമിനൽ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാനസിക വിദഗ്ധര് പറയാണ്. പക്ഷേ പക്വതയെത്തിയ 25ഉം 20ഉം കഴിഞ്ഞ ചെറുപ്പക്കാരൊക്കെ ഈ മൊബൈലും പിടിച്ച് ഗെയിം കളിക്കാന്ന് പറയുമ്പോൾ വിഷമം തോന്നുകയാണ്. എന്താണ് ഈ ഗെയിമിലൊക്കെ ഉള്ളത്? അല്ലാഹു ചോദിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് പറയുന്നുണ്ട്, നബിയെ, ഈ ഗെയിമും കളിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ, നിങ്ങൾ അവരെ കുറിച്ച് ഡോണ്ട് ബോദർ അബൌട്ട് ദം. അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട, അവരെ കുറിച്ച് നിങ്ങൾ കെയർ ചെയ്യേ വേണ്ട. അവരുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാണ്. വദരില്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹ്വാ. ജീവിതം തന്നെ കളിയും ചിരിയുമാക്കി മാറ്റിയ ആളുകൾ, അവരെ നിങ്ങൾ വിട്ടേക്ക് നബിയെ, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. വേൾഡ് 20 നടക്കുകയാണ്. വേൾഡ് കപ്പ് 2020 നടക്കുകയാണ്. ആ ഒരു വേൾഡ് കപ്പ് നടക്കുമ്പോ കളി കാണാൻ വേണ്ടി വാളിന്റെ സദസ്സുകൾ ഒഴിവാക്കുന്ന ചെറുപ്പക്കാരാ, നിന്നോടാണ് അല്ലാഹു പറയുന്നത്, നിന്നെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. വദരില്ലദീന തഖദൂ ദീനഹും ലഇബൻ വലഹ്വാ. ജീവിതം അവരുടെ മതം തന്നെ കളിയാണ്,
മതം തന്നെ തമാശയാണ്, അവരുടെ ദീനി തന്നെ ഗെയിമുകളും സ്പോർട്സുകളുമാണ്. അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ നബിയെ നിങ്ങൾ അവരെ കുറിച്ച് ശ്രദ്ധിക്കുകയേ വേണ്ട. നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, അവരെ മൈൻഡ് ചെയ്യല്ല. ദുനിയാവിന്റെ ഐഹികമായിട്ടുള്ള സുഖങ്ങൾ അവരെ വഞ്ചിച്ച് കളഞ്ഞിട്ടുണ്ട് നബിയേ. സോഷ്യൽ മീഡിയകളിലും വാട്സാപ്പിലും ഗെയിമിലുമൊക്കെ സമയം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നാളെ നമ്മോട് ചോദിക്കാൻ പോകുന്ന ചോദ്യമുണ്ട്. നിനക്ക് ഞാനൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തന്നു, എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത്? നിനക്ക് ഞാനൊരു ബൈക്ക് വാങ്ങിച്ചു തന്നു, കാറ് വാങ്ങിച്ചു തന്നു, മനോഹരമായ വീട് തന്നു, നല്ല സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള ജോലി തന്നു. പക്ഷേ അതിൽ എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത് എന്ന് നാളെ അല്ലാഹു നമ്മോട് ചോദിക്കുമ്പോൾ മറുപടിയുണ്ടോ? 24 മണിക്കൂറിൽ ഒരു 10 മണിക്കൂറോളം ഗെയിമിന് വേണ്ടി, കളിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ചെറുപ്പക്കാരാ, 1 മണിക്കൂർ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഉണ്ടോ? ഖുർആൻ ഓതാറുണ്ടോ? പരിശുദ്ധമായ ഖുർആനിന്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ഏത് സമയത്തും ബുദ്ധിമുട്ടില്ലാതെ പ്രയാസമില്ലാതെ ഖുർആൻ ഓതാൻ കൈകളിൽ സൗകര്യമുണ്ടായിരിക്കെ അതുപോലും ചെയ്യാതെ അലസന്മാരായി കളിയിൽ മാത്രം ചെലവഴിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു വെറുതെ വിടില്ല. ഈ ചോദ്യങ്ങൾ ചോദിക്കാതെ അല്ലാഹു വെറുതെ വിടില്ല. നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? നിന്റെ യുവത്വം നീ എന്തിന് ചെലവഴിച്ചു? ഒന്നാമത്തെ ചോദ്യം നിന്റെ ആയുസ്സിനെ കുറിച്ചാണെങ്കിൽ, രണ്ടാമത്തെ ചോദ്യം അല്ലാഹു ചോദിക്കുന്നത് നിന്റെ യുവത്വത്തെ കുറിച്ചാണ്. 15 വയസ്സ് മുതൽ നിന്റെ മരണം വരെയുള്ള ഓരോ സെക്കൻഡുകളെ കുറിച്ച്, ഓരോ മിനിറ്റുകളെ കുറിച്ച്, ഓരോ ദിവസങ്ങളെ കുറിച്ച് അല്ലാഹു ചോദിക്കും. ഈ സെക്കൻഡിൽ നീ എന്താണ് ചെയ്തത്? ഇപ്പോഴെന്താണ് ചെയ്തത്? ഇന്ന സമയത്ത് എന്താണ് ചെയ്തത്? അതിന്റെ മറുപടി കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നിന്റെ യുവത്വം നീ എങ്ങനെ ചെലവഴിച്ചു എന്നാണ്. 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലയളവ് എങ്ങനെ നീ അല്ലാഹുവിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ താടിരോമം ഒന്ന് നരച്ചു വന്നപ്പോൾ ആ താടിരോമം പിടിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. എന്റെ ജീവിതത്തിൽ, എന്റെ യുവത്വത്തിൽ എന്റെ കണ്ണിന്റെ കണ്ണിമ വെട്ടുന്ന തെറ്റുപോലും ജീവിതത്തിൽ വന്നിട്ടില്ലല്ലോ. അൽഹംദുലില്ലാഹ്. ആര് പറഞ്ഞു? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 40 വയസ്സായി ചാടിരോമമൊന്ന് നിരക്കാൻ തുടങ്ങുമ്പോൾ പറഞ്ഞതാണ്, ഒരു കണ്ണിമ വെട്ടുന്ന തെറ്റുപോലും എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടില്ലല്ലോ. ഇത് പറയാൻ നമ്മൾക്ക് സാധിക്കുമോ ചെറുപ്പക്കാരാ? ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും തെറ്റ് ചെയ്യാതെ നമ്മളിൽ നിന്ന് കടന്നു പോയിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരു മിനിറ്റ് പോലും തെറ്റില്ലാതെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടോ? അല്ലാഹു നമ്മൾക്ക് പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ സകലമായ പാപങ്ങളും പുറത്തു തരുമാറാവട്ടെ. ഏതായാലും ഇനിയുള്ള കാലം തോന്നിവാസങ്ങൾക്ക് മാറ്റിവെക്കാതെ, മൊബൈൽ ഫോണിലുള്ള ഗെയിമുകൾ ഡിലീറ്റ് ചെയ്ത്, തോന്നിവാസങ്ങളൊക്കെ മാറ്റിവെച്ച് അല്ലാഹുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാവണം. ഒരു അടിമ എങ്ങനെയാണോ മരിച്ചു പോകുന്നത് അതേപോലെയാണ് നാളെ പുനർജനിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് നമ്മൾ മരിച്ചു പോവാൻ? ഇങ്ങനെ തോന്നിവാസം ചെയ്ത്, വ്യഭിചാരം ചെയ്ത്, കഞ്ചാവടിച്ച്, സിസർ വലിച്ച്, കള്ള് കുടിച്ച്, തൗബയൊന്നും ചെയ്തില്ല, അങ്ങനെ മരിച്ചു പോയാൽ അതേ കള്ള് കുടിയനായിട്ടാണ് അല്ലാഹു നാളെ പുനർജനിപ്പിക്കുന്നത്. മഅദല്ലാഹ്. വ്യഭിചാരിയായി തൗബ ചെയ്തിട്ടില്ല, കണ്ട പെണ്ണിനോട് സംസാരിച്ച് നടക്കാൻ തൗബ ചെയ്തിട്ടില്ല, അങ്ങനെ മരിച്ചുപോയി എങ്കിൽ നിന്നെ നാളെ അല്ലാഹു പുനർജനിപ്പിക്കുന്നത് വ്യഭിചാരിയായിട്ടാണ്. അതുകൊണ്ട് തൗബ പെട്ടെന്ന് ചെയ്യണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസമുള്ള കാര്യമല്ലല്ലോ അത്. ഇന്നല്ലാഹ
യബ്സുതു യദഹു, അല്ലാഹു അവന്റെ കരങ്ങളെ നീട്ടിവെക്കുന്നുണ്ട്. ലിയതൂബ മുസീഉൻ നഹാർ, രാത്രിയിൽ അല്ലാഹു കൈ നീട്ടിയിരിക്കുന്നത് പകലിൽ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിനോട് ഒരാൾ ദുആ ചെയ്യുമ്പോൾ അത് പുറത്തു കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യബ്സുതു യദഹു ഫിൽ ലൈൽ, രാത്രിയിൽ കൈനീട്ടിയിരിക്കുകയാണ്. എന്തിന്? ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ ആരൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ട് അവരും എന്നോട് ചോദിക്കട്ടെ, ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. അല്ലാഹു കാത്തിരിക്കുകയാണ്. നമ്മൾ എന്നിട്ടും ചോദിക്കുന്നില്ല. നമ്മള് ചോദിച്ചിട്ടും 1000 ചോദിച്ചാൽ 10 തരുന്ന ആളുടെ പിന്നാലെയാണ്. ലക്ഷങ്ങൾ ചോദിച്ചാൽ 1000 കൊടുക്കുന്ന ആളുകളുടെ പിന്നാലെയാണ്. 10 ചോദിക്കുമ്പോ 1000 തരുന്ന റബ്ബിനെ നമ്മൾക്ക് വേണ്ട. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുവീൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ടനാളിയേക്കാളും അവനിലേക്ക് അടുത്തവനാണ് ഞാൻ. ഇന്നല്ലാഹ യബ്സുതു യദഹു ഫിന്നഹാർ, പകലിൽ അല്ലാഹു കൈനീട്ടിയിരിക്കുന്നത് രാത്രികളിൽ ചെയ്ത തെറ്റിന് അല്ലാഹുവിനോട് തൗബ ചെയ്യുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയാണ്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു അവന്റെ കരങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് കാത്തിരിക്കുന്നുണ്ട്. തെറ്റ് ചെയ്ത ആളുകളൊക്കെ ഒന്ന് തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടി അല്ലാഹു നമ്മൾക്ക് അവസരം തരികയാണ്. എല്ലാ ദിവസവും കടൽ അല്ലാഹുവിന്റെ സമീപത്തേക്ക് ചെല്ലുന്നു. സമുദ്രങ്ങളെല്ലാം അല്ലാഹുവിന്റെ